സൂപ്പർ സാറാണ്. മറ്റൊരു ഇന്റഗ്രേഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വലിയ മോശമല്ലാത്ത ഒരു ക്വസ്റ്റൻ ആണ്. ഒത്തിരി സ്റ്റെപ്പ് ഒന്നുമില്ല, പക്ഷെ എക്സാമിന് ഉറപ്പായിട്ടും ഒരു 2-3 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ്. ഇന്റഗ്രേഷൻ ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ടെക്സ്റ്റ് ബുക്കിലെ കുറെ ക്വസ്റ്റൻസുകൾ കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ എല്ലാം ആയി എന്ന് വിചാരിക്കുകയോ ചെയ്തത്. ഇഷ്ടംപോലെ പുതിയ ക്വസ്റ്റൻസുകൾ എക്സാമിന് വരാം, നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത്. അതുകൊണ്ട് മാക്സിമം ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം തീർത്തേക്കണം. ഇത് അങ്ങനത്തെ ഒരെണ്ണമാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇതുണ്ട്, നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇന്റഗ്രൽ 3 - 5 sin x ഹോൾ ഡിവൈഡഡ് ബൈ cos സ്ക്വയർ x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. നമുക്ക് പ്രത്യേകിച്ച് ഫ്രാക്ഷൻ ആയതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചോണം. അതിന് പ്രത്യേകിച്ച് ഒരു മെത്തേഡ് ഒന്നുമില്ല. ടേംസുകൾ ആരൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യന് കണ്ടു. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇനി ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണേ. ഇതേപോലെ a - b by c. a - b by c നമുക്ക് ഇങ്ങനെ എഴുതാൻ പോനെ a by c മൈനസ് ആരെന്ന് എഴുതാൻ പോനെ b by c. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? a - b by c. ഇത് a, ഇത് b, ഇത് c. അപ്പൊ a by c b by c എന്ന് എഴുതുമ്പോൾ 3 by cos സ്ക്വയർ x എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടേം. ഓക്കെ, രണ്ടാമത്തെ ടേം 5 sin x ഡിവൈഡഡ് ബൈ cos സ്ക്വയർ x. അങ്ങനെ നമുക്ക് രണ്ട് ടേംസുകൾ കിട്ടി. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഈ 3 by cos സ്ക്വയർ x. നമുക്കറിയാം 1 by cos x. വാട്ട് ഈസ് 1 by cos x? sec x ആമോനെ. അപ്പൊ 1 by cos സ്ക്വയർ x എന്തായിട്ട് മാറും? sec സ്ക്വയർ x ആവും. 1 by cos sec, 1 by cos സ്ക്വയർ sec സ്ക്വയർ. ഇനി 3 by cos സ്ക്വയർ x ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? 1 by cos സ്ക്വയർ sec സ്ക്വയർ x ആണെങ്കിൽ 3 by cos സ്ക്വയർ x 3 sec സ്ക്വയർഡ് x എന്നാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഈ 3 by cos സ്ക്വയർ x നെ 3 into ആരെന്ന് എഴുതാം? sec സ്ക്വയർഡ് x മൈനസ്. നെക്സ്റ്റ് 5 sin x ഡിവൈഡഡ് ബൈ cos സ്ക്വയർ x. നിങ്ങൾ 5 നെ ചുമ്മാതെ കരുതിയാൽ മതി. ഇവനാണ് നമ്മുടെ താരം. ഇത്രയും 5 sin x by cos സ്ക്വയർ x. അതിനെ നമ്മൾ ചെയ്യുമ്പോൾ sin x ഡിവൈഡഡ് ബൈ cos സ്ക്വയർ x-നുള്ളിൽ ഒരു cos x നെ താഴെ എഴുതണം. ഓക്കെ, പിന്നുള്ള ഒരു കോസിനെ 1 ആക്കി മാറ്റി അങ്ങോട്ട് എഴുതണം. അപ്പോൾ കോസ് ഇൻറ്റു കോസ്, കോസ് സ്ക്വയർ ആയി. ക്ലിയർ ആണല്ലോ? അപ്പോൾ sin x by cos സ്ക്വയർ x നെ sin x by cos x എന്നും ഇൻറ്റു 1 cos x എന്നും മാറ്റി എഴുതണം dx. ഓക്കെ ആണല്ലോ? പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് മക്കളെ, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് +1 ഇംപ്രൂവ്മെന്റോ അല്ലെങ്കിൽ +2 റെഗുലർ മാത്സ് ട്യൂഷനോ എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ഫുൾ മാർക്കിൽ എത്തിക്കുന്ന രീതിക്കുള്ള ക്ലാസ്, അതിനോടൊപ്പം തന്നെ നോട്ട്സ്, പിന്നെ ഇക്വേഷൻ ബുക്കിലെറ്റ്, പിന്നെ ക്വസ്റ്റ്യൻ പാക്കേജ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. താഴെ തന്നുള്ള ഏതെങ്കിലും നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത സ്റ്റെപ്പിലോട്ട് കയറാം. ദാറ്റ് ഈസ് 3 into sec സ്ക്വയർഡ് x മൈനസ് ഈ സൈൻ ബൈ കോസ് എല്ലാവർക്കും അറിയാൻ തോന്നില്ലേ മോനെ? ടാൻ എക്സ് ആ മോനെ. 1 cos x ആര മോനെ? sec x ആണ്. 5 നെ ചുമ്മാ നോക്കി എഴുതി, അത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 3 sec സ്ക്വയർ x മൈനസ് 5 tan x into sec x. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ sec സ്ക്വയർ എക്സിന് ഇന്റഗ്രൽ ഉണ്ട് മോനെ, tan x എന്നാണ് കേട്ടോ. ഇന്റഗ്രൽ sec സ്ക്വയർ x ആരാ മോനെ? tan x. അപ്പൊ ഇവിടെ 3 sec സ്ക്വയർ x എന്ന് പറയുമ്പോൾ 3 tan x. ദാറ്റ്സ് ഓൾ. അതുപോലെ ഇയാൾക്ക് ഇവിടെ ഇയാളെന്ന് വായിച്ചേ tan x into sec x. തിരിച്ചു വായിച്ചാൽ sec x tan x. sec x tan x ന് ഇന്റഗ്രൽ ഉണ്ട് sec x കേട്ടോ. അപ്പൊ 5 ഉള്ളതുകൊണ്ട് 5 into sec x plus c. ഓക്കെ ആണല്ലോ? ഇത്രയുമേ ഉള്ളൂ. വളരെ ഈസിയാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വേറെ ക്വസ്റ്റ്യൻ എല്ലാം ഒന്ന് ചെയ്യാൻ തരികയാണ്. 2 + 3 cos x ഹോൾ ഡിവൈഡഡ് ബൈ sin സ്ക്വയർഡ് x dx. ഇത് നിങ്ങൾ ഇന്ന് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ നോക്കിക്കേ, ഇവിടെ സൈൻ ബൈ കോസ് സ്ക്വയർ ആണെങ്കിൽ ഇവിടെ കോസ് ബൈ സൈൻ സ്ക്വയർ ആണെന്നുള്ള വ്യത്യാസമുള്ളൂ. നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം, അടിപൊളിയായിട്ട് കേട്ടല്ലോ. അപ്പോൾ ഇതേപോലെ ഇവനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആൻസർ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഗുഡ് ബൈ.